ഇങ്ങനെ മാലാഖന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കോവണിയായിട്ട് എൻ്റെ ബോധത്തെ നീ മാറ്റണമേ. ശുദ്ധമായ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഇങ്ങനെ യേശു മാലാഖമാരെ കുറിച്ച് പറയുന്നത്. നിർമ്മല സ്നേഹത്തിൻ്റെ വലിയ ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഈ മാലാഖമാർ വരുന്നത്. ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. നല്ല മഴയുള്ള ഒരു ജൂൺ പ്രഭാതത്തിലാണ് ആശ്രമത്തിലേക്ക് എത്തുന്നത്. വീട് വിട്ടുള്ള ആദ്യത്തെ യാത്രയാണ്. ഇങ്ങനെ നല്ല പരിഭ്രമമുണ്ട്. അത് പിടുത്തം കിട്ടിയ ജ്യേഷ്ഠൻ ഇങ്ങനെ യാത്രയിലുടനീളം തൻ്റെ കരം കൊണ്ട് എൻ്റെ കൈത്തലവ് ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുക. അത് അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു ശരീരഭാഷയാണ്. അങ്ങനെ ഒരു രീതിയുണ്ട് അദ്ദേഹത്തിന്. ആശ്രമത്തിലെത്തുന്നു. കൊല്ലത്ത് തില്ലേരി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആർട്ടിലറി എന്ന വാക്കിനകത്ത് നിന്നൊക്കെയാണ് തില്ലേരി രൂപപ്പെട്ടത്. പഴയകാലത്തെ ഒരു ബ്രിട്ടീഷ് കൻറ്റോൺമെൻറ്റിൻ്റെയൊക്കെ ഓർമ്മ പശ്ചാത്തലത്തിലുണ്ട്. ആയുധപ്പുര എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു പേരുമായിട്ട് ബന്ധപ്പെട്ട ആ വാക്ക് വരുന്നത്. ചില ചിത്രങ്ങളിൽ കാണുന്ന നമുക്കൊരു ആശ്രമം ഫ്രഞ്ച് ഒരു മാതൃകയിൽ ഇങ്ങനെ കാരണവന്മാരായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ഇടമാണ്. വലിയ ഇടനാഴികൾ, നിറയെ മരങ്ങൾ. ഇവിടെ പരിഭ്രമം കുറയുന്നില്ല. അപ്പോൾ കാര്യമായ പ്രായവ്യത്യാസം ഇല്ലാത്ത വേറൊരു കൗമാരക്കാരൻ അരികിലേക്ക് വരുന്നു. അല്ല, ശരീരം മുഴുവൻ പുഞ്ചിരിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഏറ്റവും പ്രസാദമായിട്ട് ഞാൻ അവസാനത്തോളം കണ്ടിട്ടുള്ളൊരു ആളാണ്. അരികിലേക്ക് വന്നിട്ട് നമുക്ക് കൈ നീട്ടുന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പേര് ആഞ്ചലോസ്, ഞാനിങ്ങനെ തിരുവനന്തപുരത്ത് വെട്ടുകാടാണ് വീട്. എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിന്റെ ഗാർഡിയൻ ഏഞ്ചൽ ആവുക എന്നുള്ള. ആ പേര് തന്നെ മാലാഖ എന്നതിനർത്ഥം. അപ്പോൾ അയാൾ എൻ്റെ ഗാർഡിയൻ ഏഞ്ചൽ ആകാൻ പോവുക, കാവൽ മാലാഖ ആകാൻ പോവുക. നമുക്കതിനെക്കുറിച്ച് കാര്യമായ ധാരണയില്ല. ഇവിടെയാണ് ഇവിടുത്തെ കിട്ടുന്ന ഇങ്ങനെ ആശ്രമത്തിൻ്റെ രീതി അനുസരിച്ചിട്ട് ഒരു ആൾ പുതുതായിട്ട് വരുമ്പോൾ, ഒരു ആസ്പിരൻ്റ് പുതുതായിട്ട് വരുമ്പോൾ അയാൾക്ക് അവിടുത്തെ ശീലങ്ങൾ പറഞ്ഞു കൊടുക്കാനും അയാളുടെ പരിഭ്രമത്തിൻ്റെ അളവ് കുറക്കാനും അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാനും ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇത്തിരി ഒന്ന് ഡൗൺ ആകുമ്പോൾ അയാൾ എൻകറേജ് ചെയ്യേണ്ട ബാധ്യതയൊക്കെ ഈ മാലാഹിക്കാണ്. ആ മാലാഹിക്ക് വേണ്ടി ഒരു 10-12 കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. ഒരു അപരിചിത ഇടത്തിൽ പെട്ടെന്ന് നിങ്ങളെ തേടി ഒരു സഹായകം വരിക, നിങ്ങളെ അനുധാവനം ചെയ്യാനായിട്ട് ഒരാൾ കൂടെ ഉണ്ടാവുക, ഗാർഡിയൻ ഏഞ്ചൽ. പെട്ടെന്ന് ഇതൊക്കെ ഓർക്കാൻ കാരണം കഴിഞ്ഞ ദിവസം ഒരു റിട്രീറ്റിൽ പങ്കെടുത്തു. കുറച്ചൊരു ലിബറലായ രീതിയിലുള്ളൊരു പശ്ചാത്തലത്തിലാണ്. അതിൻ്റെ ആരംഭത്തിൽ തന്നെ അവരൊരു ചെറിയ ഗെയിം കണക്കൊരു കുഞ്ഞു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു കുറിയിട്ട് കൊടുക്കുന്നു, നമുക്കൊരു ലോട്ട് കിട്ടുന്നു. ആ ഒരു ഗ്രൂപ്പിൽ, ഒരു 40ഓളം വരുന്ന ഗ്രൂപ്പിൽ നമുക്ക് പേര് കിട്ടിയ ആളുടെ നിശബ്ദ ഗാർഡിയൻ ഏഞ്ചലായിട്ട് ആ ഒരു സഹവാസം തീരുവോളം കൂടെ ഉണ്ടായിരിക്കുക. അയാളെ ശ്രദ്ധിക്കുക, അയാൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക, അയാൾക്ക് ഇങ്ങനെ പേര് ഐഡൻറ്റിഫൈ ചെയ്യാതെ, ആളെ ഐഡൻറ്റിഫൈ ചെയ്യാതെ ഇങ്ങനെ സമ്മാനങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുക. അത് ഭംഗിയുള്ളൊരു ഗെയിമാണ്. ഈ 40 പേരിൽ ഒരാൾ എൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അല്ല, എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അതിനകത്തുള്ള ഭംഗി എന്ന് പറയുന്നത് ആ സെക്കൻഡ് തൊട്ട് ഈ 39 പേരും ഈ മനുഷ്യനെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരായിട്ട് മാറുകയാണ്. ഇവല്ല ഏതാണ് തൻ്റെ മാലാഖ എന്ന് അറിഞ്ഞുകൂടാ. ഒരു ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു പദം പോലും നമ്മുടെ ജീവിതത്തെ എന്തുമാത്രം ഇങ്ങനെ ഭംഗിയുള്ളതാക്കും, എന്തുമാത്രം കുലീനമാക്കും, എന്തുമാത്രം നമ്മുടെ ഭാവനയെ വിപുലീകരിക്കും. ആ സമയത്തിൽ അന്നിങ്ങനെ ഉറക്കെ ഈ ആഞ്ചലോസ് ചൊല്ലുന്ന രീതി ഉണ്ടായിരുന്നു. ആ ഒരു നാട് കേൾക്കുന്ന ഒരു രീതിയിൽ ഉച്ചഭാഷണി വെച്ചിട്ടുണ്ട്. 3 നേരം ഇങ്ങനെ കർത്താവിൻ്റെ മാലാഖ എന്ന് പറഞ്ഞ പ്രാർത്ഥന, അത് ഫ്രാൻസിസ്കൻ പ്രാർത്ഥനയാണ്. ബെനോഞ്ചൊക്കെ ആയിട്ടാണ് അത് രൂപപ്പെടുത്തിയത്. ഈ ഫ്രാൻസിസ്കൻ സന്യാസിമാർ പോയിടത്തൊക്കെ അവർ ആ പ്രാർത്ഥന പരിചയപ്പെടുത്തി. ഇങ്ങനെ പള്ളിമണികൾ മുഴങ്ങുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ട് ആ വാക്ക് ആവർത്തിക്കുകയാണ്, ദി ഏഞ്ചൽ ഓഫ് ദി ലോർഡ്. ഓരോ 6 മണിക്കൂറിനിടയിലും ആ വാക്ക് വീണ്ടും നമ്മുടെ ബോധത്തിലേക്ക് വരികയാണ്.
നമ്മുടെ ഒരു കാലത്തിനകത്ത് എല്ലാ കാര്യങ്ങൾക്കകത്തും ഇത്തിരി അഴുക്ക് പുരണ്ടൊരു കാലത്ത് പതുക്കെ പതുക്കെ ലോകം ഇങ്ങനെ കുറച്ചതിൻ്റെ ശുദ്ധിയിൽ നിന്നൊക്കെ അകന്നു പോകുന്നൊരു കാലത്തിൽ ലോകത്തിൻ്റെ നൈർമല്യത്തെയും നിഷ്കളയും തിരിച്ചു പിടിക്കാനായിട്ട് ചെറുപ്പത്തിൽ എപ്പോഴോ നമ്മൾ മറന്നു വെച്ച ആ പദത്തെ തിരികെ വിളിക്കണമെന്ന് തോന്നുന്നു. an angel. വി an angel. വി an angel like. അടുത്തിടെ ഒരു ചെറിയൊരു ബുക്കിന് ഒരു ഓർമ്മക്കുറിപ്പിന് ഇങ്ങനെ ഒരു അവതാരിക എഴുതേണ്ടതായിട്ട് വരുന്നു. നമുക്ക് അടുപ്പമുള്ളൊരു വീട്ടിലെ ആ വീടിൻ്റെ എല്ലാമായിരുന്ന ആ വീടിൻ്റെ ഒരു സ്പിരിച്വൽ ആനിമേഷൻ പോലും കൊടുത്തുകൊണ്ടിരുന്ന നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മകൻ കടന്നു പോവുകയാണ്. ആ മകനെക്കുറിച്ച് അമ്മ ശോഭ അധ്യാപികയാണ് ഇങ്ങനെ ഒരു സാമാന്യം ദീർഘമായ ചില ഓർമ്മക്കുറിപ്പുകൾ എഴുതുക. അമ്മ ഇങ്ങനെ മകനെ ഓർമ്മിച്ചെടുക്കുക. അപ്പം എന്താണ് ആ മകനെക്കുറിച്ച് അമ്മ പറഞ്ഞതിനകത്തുനിന്നും, രണ്ട് പാരൻസ് അധ്യാപകരാണ്, അച്ഛൻ പറഞ്ഞതിനകത്തുനിന്നൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത്, അതിനകത്തുനിന്ന് ഞാൻ അതിനുവേണ്ടി കണ്ടെത്തിയ വാക്ക് ഇങ്ങനെ നമുക്കിടയിൽ ഇങ്ങനെ പഴയ നിയമത്തിലൊക്കെ നമ്മൾ വായിച്ചു കേട്ടിട്ടില്ല, ഇങ്ങനെ യാക്കോബ് ഒരു കോവണി കണ്ടു, ആ കോവണിയിലൂടെ ഇങ്ങനെ മാലാഖന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തു. നമ്മുടെയൊക്കെ ലളിതമായൊരു പരിസരത്തിനകത്ത്, നമ്മുടെ ഒരു ചെറിയ പരിസരത്തിനകത്ത് ഈ മാലാഖന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കോവണിയായിട്ടാണ് ആ കടന്നുപോയ മകൻ ടോമിനെ ഞാൻ ഓർമ്മിച്ചെടുക്കുന്നത്. അമ്മയും അച്ഛനും ഒക്കെ പറഞ്ഞു തരുന്ന വരുത്തുന്നത് എനിക്ക് തോന്നുന്നു വല്ലാതെ നമ്മുടെ ഭാവനയെ വിമലീകരിക്കുന്നൊരു വാക്കാണ് ഈ പറഞ്ഞ മാലാഖ. നമ്മുടെ ബുദ്ധിയെയും ഭാവനയും ഒക്കെ ഈ യാക്കോബ് കണ്ട ആ ബെഥൽ സ്വപ്നം കണക്ക് രൂപപ്പെടുത്തിയ എത്ര നല്ലതായിരിക്കും. നമ്മുടെ ഭാവനയിലോട്ട് ഇറങ്ങി വരുന്നത് പലപ്പോഴും വെറുപ്പും കയ്പും മനുഷ്യനിരാസങ്ങളും ഒക്കെ. വാസ്തവത്തിൽ ഭാവനകൾക്ക് വലിയ ശുദ്ധീകരണം ആവശ്യമുണ്ടെന്ന് നമ്മൾ വിചാരിക്കേണ്ടത്. ഭാവനയെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഈ മാസത്തിൽ തന്നെ ഒരു വിശുദ്ധയുടെ ഓർമ്മ ദിനമുണ്ട്. അത് സെന്റ് റീത്ത എന്നാണ് പറയുന്നത്. ആ സെന്റ് റീത്തയുടെ ഇങ്ങനെ ഭർത്താവ് കൊല്ലപ്പെട്ടു. ഇപ്പം ഈ അച്ഛനെ അടക്കുന്ന നേരത്ത് ഇവർക്ക് ഒരു ഓർമ്മ അനുസരിച്ചിട്ട് ഇങ്ങനെ ഇരട്ടക്കുട്ടികളാണെന്നാണ് വിചാരിക്കുന്നത്. അവരിങ്ങനെ അച്ഛനടക്കി വരുന്ന വഴിക്ക് അമ്മയെടുത്ത് പറയുന്നുണ്ട്, അമ്മ വിഷമിക്കരുത്, ഞങ്ങൾ വലുതായി കഴിയുമ്പോൾ ഇതിന് പ്രതികാരം ചെയ്യാം. അപ്പം അമ്മ മുട്ടുമേന്ന് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ പകയിൽ നിന്ന് മുക്തരാക്കി വളർത്താനായിട്ട് എനിക്ക് പറ്റിയില്ലെങ്കിൽ നീ അവരുടെ ആയുസ്സിനെ ഒടുക്കിക്കൊള്ളുക. രണ്ട് കുട്ടികളും ഇങ്ങനെ ചെറുപ്പത്തിൽ തന്നെ കടന്നു പോകുന്നുണ്ട്. കഠിനമായൊരു കഥയാണ്. ശരിക്കും അത് അങ്ങനെ തന്നെ ആണെന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷെ ഒരു മെറ്റഫറാണ്. ഈ പകയും വിദ്വേഷവും ഇല്ലാതെ, വെറുപ്പില്ലാതെ, മനുഷ്യനിരാസമില്ലാതെ ഒക്കെ നമ്മുടെ ഭാവനകളെ ശുദ്ധീകരിച്ച് മുമ്പോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിന് എന്താണ് അർത്ഥം? മാത്രം കയ്പും ചവർപ്പും ഒക്കെ ആയിട്ടാണ് നമ്മൾ നമ്മുടെ ബുദ്ധിയെ ഇങ്ങനെ കുത്തി നിറച്ചിരിക്കുന്നത്. അത്രയും കയ്പും വെറുപ്പും ഒന്നും നമ്മുടെ ജീവിതം അർഹിക്കുന്നുണ്ടോ? വാസ്തവത്തിൽ നമ്മൾ നമ്മുടെ ഭാവനയിലേക്ക് കൊണ്ടുവരുന്ന എല്ലാ ഭംഗിയില്ലാത്ത വിചാരങ്ങളും നമ്മളെ തന്നെയാണ് കാർന്നിരുന്നത്. ഇങ്ങനെ ചെറിയ പ്രായത്തിലൊക്കെ വായിക്കുന്ന ഒരു കഥ കണക്കാണ്. ഒരു മത്സ്യം ഒരു കക്കയെ വിഴുങ്ങുന്നു. അത് മത്സ്യം ചെറുതായത് കൊണ്ടും കക്കയുടെ പുറന്തോട് കഠിനമായത് കൊണ്ടും അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ട് ഈ വിഴുങ്ങിയ കക്ക അതിൻ്റെ ഉള്ളിൽ ഇടം കണ്ടെത്തുകയാണ്. അതിന് ജീവിക്കേണ്ടതുണ്ട്. ജീവിക്കാൻ വേണ്ടി ആ കക്ക ചെയ്യുന്നത് തന്നെ വിഴുങ്ങിയ അതേ മത്സ്യത്തെ ഭക്ഷിക്കുകയാണ്. ഇങ്ങനെ മനുഷ്യഭാവനയിലിരുന്ന അവൻ്റെ ഓരോ ദിവസത്തിൻ്റെയും സൗന്ദര്യവും അഴകും കുലിരതയും ഒക്കെ ആ സ്പർശിക്കുന്ന, ഗീതത്തിനകത്തൊക്കെ പറയുന്ന നിന്റെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന ആ ചെറിയ കുറുക്കന്മാരെയൊക്കെ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കണമെങ്കിൽ ഇങ്ങനെ ഭംഗിയുള്ള ഭാവന ആവശ്യമുണ്ട്. അപ്പോൾ പുതിയ നിയമത്തിലെ പാപം പോലും എന്താ? പുതിയ പാപം പോലും ക്രിയയല്ല, അത് അഭംഗിയുള്ള ഭാവനയാണ്. പഴയ നിയമത്തിൽ കൊലപാതകം എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ ചോര വീഴ്ത്തണം. വ്യഭിചാരം എന്ന് പറയുന്നത് എന്താണ്? കിടക്ക പങ്കിടണം. പുതിയ നിയമത്തിലെ പാപത്തിന്, കൊലപാതകത്തിന് കടാര ആവശ്യമില്ല, വ്യഭിചാരത്തിന് കിടക്ക ആവശ്യമില്ല. നീ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്റെ സഹോദരനെ ഭോഷണം എന്ന് കരുതുമ്പോൾ തന്നെ നീ പാപം ചെയ്തിരിക്കുന്നു. ഈവൺ ഇഫ് യു അണ്ടർ എസ്റ്റിമേറ്റ് യുവർ ബ്രദർ യു കമ്മിറ്റ് മർഡർ. ആസക്തിയോടുകൂടി നോക്കുന്ന നിമിഷം തന്നെ ആ രണ്ടാമത്തെ അപരാധത്തിലേക്ക് പാളിപ്പോകുന്നു. ഒരു പോൺ സൈറ്റിലൂടെ തെന്നിപ്പോകുന്ന ഒരാൾ പോലും വാസ്തവത്തിൽ ഭാവനയിൽ സംഭവിക്കുന്ന അപരാധത്തിൽ പാപം ചെയ്യാന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു വിവേകം. കാരണം കുറഞ്ഞ പക്ഷം അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴെങ്കിലും ഒരു സാധാരണ ക്രമത്തിൽ തൻ്റെ പങ്കാളിയല്ല അയാളുടെ
മനസ്സിലേക്ക് വരുന്നത്. പുതിയ നിയമത്തിന്റെ പാപസങ്കല്പം പോലും ഈ ഭാവനയുമായിട്ട് ബന്ധപ്പെട്ട. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിന്റെ വിശുദ്ധ സങ്കല്പം എന്താണ്? ഭാവനകളുടെ ശുദ്ധീകരണം. അതുകൊണ്ട് ആ പ്രാർത്ഥിക്കാവുന്നത് അതിനു വേണ്ടിയാണ്. ദൈവമേ, ഇങ്ങനെ മാലാഖന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കോവണിയായിട്ട് എൻ്റെ ബോധത്തെ നീ മാറ്റണമേ. യേശു അത് പിന്നീട് നത്താനിൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനോട് പറയുന്നുണ്ട്. നത്താനിൽ ഇങ്ങനെ വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ വായിച്ചെടുക്കുന്നത്. യേശു അയാൾക്ക് കൊടുക്കുന്ന കോംപ്ലിമെൻ്റ് ആണ് അത്. ഇതാ നിഷ്കളങ്കനായ ഒരു ഇസ്രായേൽ. അത് നമ്മൾ വായിച്ചെടുക്കേണ്ട യാക്കോബിന്റെ പശ്ചാത്തലത്തിലൂടെയാണ്. കാരണം യാക്കോബിന് പിന്നീട് കിട്ടുന്ന പേരാണ് ഇസ്രായേൽ. പിന്നീട് പുതിയ നിയമത്തിലേക്ക് നത്താനിൽ ഇസ്രായേൽ എന്ന് വിളിക്കുന്ന വഴിയായിട്ട് അവർക്കിടയിലുള്ള എന്തോ ഒരു സമാന്തര ചിന്തകൾ ഇങ്ങനെ പുതിയ നിയമം രൂപപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് യാക്കോബ് കണ്ട കോവണി നീയും കാണുന്ന പറയുന്നത്. എന്നിട്ട് ആ കോവണിയായിട്ട് യേശു തന്നെയാണ് കാട്ടുന്നത്. ഇതാ മനുഷ്യപുത്രൻ, നീ പലതും കാണും. ആ കാഴ്ചകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇങ്ങനെയാണ്. മനുഷ്യപുത്രൻ യാക്കോബ് കണ്ട കോവണി കണക്ക് അയാളിലൂടെ ഇങ്ങനെ മാലാഖന്മാര് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. മനുഷ്യപുത്രൻ എന്ന നിലയിൽ യേശു പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രായോഗിക ജീവിതവുമായിട്ടും നമ്മുടെ ഭൗതിക ജീവിതവുമായിട്ട് നമുക്ക് വായിച്ചെടുക്കാവുന്ന കാര്യമാണ്. നമ്മൾ വേദോത്സവത്തിൽ ഈ മനുഷ്യപുത്രനൊക്കെ വളരെയേറെ അർത്ഥധ്വനികളുള്ള മുഴക്കമുള്ളൊരു വാക്കാണ്. പക്ഷെ വളരെ ഡയറക്റ്റായിട്ട് പോലും നമുക്ക് ആ വാക്കെടുക്കാവുന്നതാണ്. ഈ മനുഷ്യപുത്രൻ, നിങ്ങളൊരു ശരിയായൊരു മനുഷ്യപുത്രനായിട്ട് മനുഷ്യനായിട്ട് ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ ഭാവനയിലേക്ക് ഇങ്ങനെ മാലാഖന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യണം. അവർക്ക് നിരക്കാത്ത എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തള്ളിക്കളയണം. നമ്മൾ ശ്വാസധാനങ്ങളിലൊക്കെ പറയുന്ന കണക്കാണ്. ഏറ്റവും നല്ലത് ഇൻഹേൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നിരക്കാത്ത ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്സൈൽ ചെയ്യേണ്ട ബാധ്യതയുണ്ട്. ഞാൻ ആ പദത്തിന്റെ അഴകിലേക്ക് തന്നെ ഒന്ന് ഈ ഒരു സന്ധ്യയെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത് മാലാഖമാൻ. സുവിശേഷത്തിൽ ആ പദം എന്തുമാത്രം സമാധാനം തരുന്ന വാക്കാണ്. ഉടനീളം സുവിശേഷത്തിൽ ആ വാക്ക് വരുന്നുണ്ട്. ഇങ്ങനെ മാലാഖമാര് ഇങ്ങനെ ഈ ഒരു ഒക്ടോബർ മാസത്തിൻ്റെയൊക്കെ പ്രത്യേകത ചെന്നാൽ അതിങ്ങനെ മാലാഖമാർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള മാസം കൂടിയാണ്. കാവൽ മാലാഖമാർ വരുന്നുണ്ട്, മുഖ്യദൂതന്മാരുടെ പശ്ചാത്തലമുണ്ട്, റാഫേൽ ഉൾപ്പെടെയുള്ളവരുടേത്. അതൊക്കെ ഈ ഒരു വാരത്തിൽ ഇങ്ങനെ സഭ ഓർമ്മിച്ചെടുക്കുന്ന പേരുകളാണ്. ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, നമ്മൾ മുഖ്യദൂതന്മാരെന്ന് കരുതുന്ന അവരുടെ പേര് മാത്രം മെഡിറ്റേറ്റ് ചെയ്താൽ പോലും ഒരു നല്ലൊരു ധ്യാനമാണ്. ഇപ്പം മിഖായേൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തെ പോലെ ആരുണ്ടെന്നുള്ള. വാസ്തവത്തിൽ ഇങ്ങനെ ദൈവം എന്ന് പറയുന്നൊരു കാര്യം എത്ര പ്രധാനപ്പെട്ടാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇനിയും വിശ്വാസിക്കൊണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ദൈവത്തെ പോലെ ആരുണ്ട്? അങ്ങനെ ഒരു വല്ലാത്തൊരു നിലവിളി ശബ്ദത്തിൽ നിന്ന്, വല്ലാത്തൊരു ഈ പറയുന്ന ഒരു ബാറ്റിൽ ശബ്ദത്തിൽ നിന്നാണ് ഈ ഒരു വാക്ക് വരുന്നത്. മിഖായേൽ എന്ന് പറഞ്ഞ വാക്ക് വരുന്നത്. ഗബ്രിയേൽ എന്ന് പറയുന്നത് ദൈവം സ്ട്രെങ്ത് ആവെന്ന് പറയുന്ന അർത്ഥം. ഈ നിഗൂഢതകളൊക്കെ തിരിച്ചറിയുകയും കൈമാറ്റം ചെയ്യുന്ന ആളുടെ എന്ന പേരിലാണ് ഈ ഗബ്രിയേൽ അറിയപ്പെടുന്നത്. പിന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നമുക്ക് പരിചയമുള്ള ഒരു പേര് റാഫേൽ എന്നൊക്കെ പറഞ്ഞൊരു പേരുണ്ട്. വിശേഷിച്ചും ഞാൻ പാർക്കുന്ന ഇടങ്ങളിൽ എനിക്ക് തന്നെ പരിചയമുള്ള ഒരു 10-12 റാഫേൽ, എൻ്റെ ഒരു ക്ലാസ്മേറ്റൊക്കെ ഉൾപ്പെടെ റാഫിയാണ്. അപ്പൊ ഇത് ഈ വാക്കിന്റെ അർത്ഥം ഗോഡ് ദ ഹീലർ എന്നാണ്. ദൈവം സൗഖ്യം കൊടുക്കുന്നു. അപ്പോൾ എന്തൊക്കെ അംശങ്ങളാണ് ഈ 3 നാമങ്ങൾ പോലും നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്. ഇങ്ങനെ ദൈവത്തെ പോലെ ആരുണ്ടെന്ന് തിരിച്ചറിയുന്ന മനുഷ്യര്, ഇങ്ങനെ ദൈവം എന്ന് പറയുന്ന അഭയത്തിൽ ഇങ്ങനെ തങ്ങളെ തന്നെ അർപ്പിച്ച മനുഷ്യര്, ദൈവം വെച്ച് നീട്ടുന്ന സൗഖ്യത്തിലേക്ക് പ്രവേശിച്ചവര്. സൗഖ്യം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം. തോഹത്തിന്റെ പുസ്തകത്തിലൊക്കെയാണ് ഈ റാഫേൽ മാലാഖ സൗഖ്യത്തിന്റെ അടയാളമൊക്കെ ആയിട്ട് മാറുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഇത്തരം എല്ലാ സൂചനകളും നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്നത് ഇങ്ങനെ കുരിശിൻ ചോട്ടിലേക്കാണ്. ഈ സൗഖ്യം തരുന്നതും ഇങ്ങനെ ദൈവോന്മുഖമായിട്ട് ജീവിക്കുന്നതും ദൈവത്തിൽ ഇങ്ങനെ അഭയം പ്രാപിച്ച ഒരാൾ കടന്നുപോയതിൻ്റെയും ഒക്കെ ഓർമ്മകൾ എല്ലാം കൂടി നിങ്ങൾ തുന്നിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന പേരാണ് ജീസസ് ഓഫ് നസറത്ത്. എന്തൊരു മാലാഖ ധ്യാനവും അതൊക്കെ നമ്മൾ എത്തിക്കേണ്ടത് യേശുവിലേക്കാണ്. പുതിയ നിയമത്തിൽ ആ മാലാഖമാരുടെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്. ഇങ്ങനെ പിറക്കുന്നതിന് മുമ്പ് വരുന്നു, പിറവിയുടെ സന്തോഷം പറയുന്നു, സകല ജനതയുടെയും സന്തോഷം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു, സകല ജനതയ്ക്കുള്ള രക്ഷകനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന മാലാഖമാരാണ്. ഇങ്ങനെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെടാനായിട്ട് ജോസഫിന് ഓർമ്മിപ്പിക്കുന്ന മാലാഖമാരാണ്. പ്രലോഭനം കഥയുണ്ട്. അവിടെയൊക്കെ അത് വായിക്കുമ്പോൾ ആ പദമൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വളരെ ആഴത്തിൽ പതിയും. ഇങ്ങനെ പ്രലോഭനത്തിനൊക്കെ ശേഷം
യേശു നിൽക്കുമ്പോൾ ആ മാലാഖമാർ വന്ന് അവനെ പരിചരിച്ചെന്നാണ് പറയുന്നത്. ഈ ഹെൽപ്പർ എന്ന് പറയുന്നൊരു വാക്കുണ്ട്, ഈ സഹായകൻ, സഹായിക്കുന്ന ആള്. ഈ നമ്മൾ പലപ്പോഴും ആ വാക്ക് ഇങ്ങനെ ഒരു രണ്ടാം തരം വാക്കായിട്ട് കണക്കാക്കുന്നു. വിശേഷം നമുക്കിങ്ങനെ ഒരു പണിയുടെയോ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ സഹായിക്കുന്ന ആള് ഈ പ്രധാനപ്പെട്ട ആൾക്ക് വേണ്ടിയാണെന്നുള്ള ഒരു സങ്കല്പത്തിലാണ് നമ്മൾ ഹെൽപ്പർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ആ പ്രശ്നം നമ്മൾ ഉൽപ്പത്തി പുസ്തകമൊക്കെ വായിക്കുമ്പോഴുണ്ട്. ആ പുരുഷന് തുണയായിട്ട്, പുരുഷന് സഹായിയായിട്ട് സ്ത്രീയെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഹീബ്രു പദം അത് വാസ്തവത്തിൽ ദൈവം തനിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പദമായിട്ടാണ്. ആ പദത്തിന്റെ ധ്വനികളുള്ള വാക്കാണ്. അപ്പം അത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ സബോർഡിനേറ്റ് ആയൊരു വാക്കല്ല, ഇങ്ങനെ സപ്പോർട്ടീവായിട്ടുള്ള വാക്കാണ്. ഉടനീളം ഈ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർമ്മയായിട്ടൊക്കെയാണ് ഈ പറഞ്ഞ മാലാഖ വിശേഷങ്ങൾ പുതിയ നിയമത്തിൽ അപ്പിയർ ചെയ്യുന്നത്. പിന്നെ യേശു കടന്നു പോകുന്ന തലേ രാവിലെ അവനിങ്ങനെ ചോര വാർന്ന് രക്തം വിയർത്തൊക്കെ നിൽക്കുമ്പോൾ അത്രയും കഠിന വ്യഥ എന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതി ആയിരിക്കണം. ഇങ്ങനെ ഓരോ രോമകൂപങ്ങളിലും രക്തം കിരിഞ്ഞ് നിൽക്കുമ്പോൾ അവനെ ആശ്വസിപ്പിക്കുന്ന മാലാഖയാണ്. ചില ചിത്രങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ ഒരു മാലാഖ ഇങ്ങനെ യേശുവിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു ചിത്രം. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, എപ്പോഴും നമ്മളെ ചേർത്ത് പിടിക്കേണ്ടത് നമുക്ക് മീതിയുള്ള മനുഷ്യരാണെന്നില്ല. നമ്മളെക്കാൾ ചെറിയ മനുഷ്യര്, നമ്മളിൽ നിന്ന് ഒരിക്കലും ആശ്വാസം കണ്ടെത്തിയ മനുഷ്യർക്ക് പോലും നമ്മളെ ചേർത്ത് പിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ അവരാണ് കൂടുതലായിട്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്നത്. തൊട്ട് ഇങ്ങനെ യേശുവിൻ്റെ ഉയർപ്പിൻ്റെ ആ ഒരു പ്രഖ്യാപനം, മാലാഖമാർ നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്, മരിച്ചവരുടെ തപ്പുന്നത്, പിന്നെ നിങ്ങൾ സ്വർഗാരോഹണം വരെ ഉണ്ട്. എന്നാൽ യേശുവിൻ്റെ പിറവിക്ക് മുമ്പ് തൊട്ട് ഒരാളിങ്ങനെ കൂടെ പോവുകയാണ്, അസെൻഷൻ, അവിടം വരെ ഇങ്ങനെ കൂടെ പോവുകയാണ്. അപ്പോൾ ഒരാളുടെ ഉടനീളം ഒരു മാലാഖ ഉണ്ടെന്ന് പറയുന്ന ആ ഒരു ധൈര്യം യേശുവിൻ്റെ ജീവിതത്തെ എന്തുമാത്രം വിമലീകരിച്ചോ അത്രയും നമ്മുടെ ജീവിതത്തെയും ഭാവനയും ഒക്കെ വിമലീകരിക്കും. ശുദ്ധമായ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഇങ്ങനെ യേശു മാലാഖമാരെ കുറിച്ച് പറയുന്നത്. അതൊരു സംഭാഷണ മധ്യയായിരുന്നു. ഒരു ചോദ്യം യേശുവിനെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നു. ദേശത്തെ പണ്ഡിതന്മാർ ചോദിക്കുന്ന ചോദ്യമാണ്. അല്ലെങ്കിൽ 7 പുരുഷന്മാരിൽ മൂത്താളെ വിവാഹം കഴിച്ചൊരു സ്ത്രീ, ആദ്യത്തെ പുരുഷൻ മരിച്ചു പോയി, അവരുടെ രീതി അനുസരിച്ചിട്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളില്ലാതെ മരിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ബ്രദറിനെ വിവാഹം കഴിക്കാൻ പറ്റും. 7 സഹോദരന്മാരിൽ ആദ്യത്തെ ആളാണ് മരിച്ചു പോകുന്നത്. അങ്ങനെ ഓരോരുത്തരായിട്ടും കല്യാണം കഴിക്കുന്നു, ഓരോരുത്തരും മരിച്ചു പോകുന്നു, ഈ സ്ത്രീയും മരിച്ചു പോകുന്നു. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ അവർ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്, നിത്യതയിൽ ഇവൾ ആരുടെ ഭാര്യയായിരിക്കും? യേശു പറയുന്നുണ്ട്, അവിടെ അവർ കല്യാണം കഴിക്കുകയോ ചെയ്യുന്നില്ല. അവരിങ്ങനെ വാനാരൂപികളെ കണക്കായിരിക്കും, മാലാഖമാരെ കണക്കായിരിക്കും. അപ്പം ഇങ്ങനെ പൊസസീവ് അല്ലാത്ത, ശാഠ്യങ്ങളില്ലാത്ത നിർമ്മലമായ സ്നേഹത്തിൻ്റെ ആ പദമായിട്ട്, ആ പദമൊക്കെ പിന്നീട് യോഹന്നാനൊക്കെ ഉപയോഗിക്കുമ്പോൾ അഗാപ്പെ എന്ന് പറയുന്ന പദത്തിൻ്റെ സൂചനയൊക്കെ ആയിട്ടാണ് ഈ മാലാഖമാരെ കാണുന്നത്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പോലും ഇങ്ങനെ മാലാഖമാരെ കണക്ക് സ്നേഹിക്കാനാവുക എന്ന് പറയുന്ന അർത്ഥം എന്താണ്? നിർമ്മല സ്നേഹത്തിൻ്റെ വലിയ ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഈ മാലാഖമാർ വരുന്നത്. അതൊക്കെ ഈ ചിന്തകളൊന്ന് നമുക്കൊന്ന് അവസാനിപ്പിക്കുമ്പോൾ പിന്നീട് കുറേ കാലം മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നമുക്കിങ്ങനെ യവനത്തിൻ്റെയൊക്കെ ആരംഭമാണ്. ഈ ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്നൊരു എഴുത്തുകാരൻ നമ്മൾ പെട്ടുപോവുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും ഇങ്ങനെ തപ്പിപ്പിടിച്ച് വായിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു ചെറിയ പുസ്തകമുണ്ട്, ബ്രോക്കൺ വിങ്സ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇങ്ങനെ ഒടിഞ്ഞ ചിറകൾ എന്ന് പറയുന്ന സംഭവം. അതിനകത്ത് വളരെ അന്തർമുഖിയായ അവനിലേക്ക് തന്നെ ചുരുണ്ടുകൂടിയ ഒരു ചെറുപ്പക്കാരനെ അമ്മ ഏറ്റവും സമാധാനത്തോടുകൂടി ഇങ്ങനെ ആശ്വസിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അമ്മ അവനോട് പറയുന്നത് ഇങ്ങനെയാണ്, മോനെ, നമ്മളൊക്കെ മാലാഖമാരായിരുന്നു, എന്നിട്ടോ നമ്മുടെ ചിറകൊടിഞ്ഞു പോയി. എന്നിട്ട് അമ്മ ഇവൻ്റെ ഈ തോളെ തൊട്ടിട്ട് പറയുന്നു, ആ ഒടിഞ്ഞുപോയ ചിറകിൻ്റെ മുദ്ര ഇപ്പോഴും നിന്റെ തോളിലുണ്ട്, എന്നിട്ട് ഇങ്ങനെ തടവി കൊടുക്കുക. വല്ലപ്പോഴുമെങ്കിലും നമ്മളുടെ കയ്യിൽ നിന്ന് അകന്നു പോയ, നമ്മളിൽ നിന്ന് ഒടിഞ്ഞു പോയ ആ മാലാഖ ചിറകുകളെ വീണ്ടെടുത്താൽ നല്ലതാണ്. യാക്കോബിൻ്റെ കോവടി കണക്ക് ഒരു ഭാവന ഉണ്ടാവട്ടെ, നിഷ്കളങ്കമായ ഭാവന ഉണ്ടാവട്ടെ. ലോകം നിങ്ങളോട് കഠിനമായിട്ട് വർത്തിക്കുമ്പോഴും നമുക്ക് എന്തുകൊണ്ട് ലോകത്തോട് മധുരമായിട്ട് വർത്തിച്ചുകൂടാ? ആ ഏണിപ്പടവിലൂടെ, ഭാവൻ്റെ ഏണിപ്പടവിലൂടെ നിരന്തരം മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യട്ടെ. ബി ആൻ ഏഞ്ചൽ ലൈക്ക്. ആമേൻ. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.